അതിഥിയിലേക്കാണ് എബ്രി ഷൈൻ സംവിധാനം ചെയ്ത് കാളിദാസൻ നായകനായി മലയാളത്തിൽ അരങ്ങേറുന്ന പൂമരം എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഫൈസൽ റാസി എന്ന യുവ ഗായകനാണ് ഈണം ഇട്ട് പാട്ട് പാടിയത്. എന്തായാലും പാട്ട് വലിയ ഹിറ്റായി. കാളിദാസൻ്റെ പുതിയ വരവ് എന്തായാലും ഗംഭീരമായ പ്രതികരണമാണ് പാട്ടിന് ലഭിക്കുന്നത്. ഫൈസൽ ഫൈസൽ റാസി, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. എന്തായാലും വലിയ സന്തോഷത്തിലാകും. ഫൈസലിനെ പോലെ ഒരു യുവ ഗായകനെ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഫൈസൽ റാസി എന്ന ഗായകനെ കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. നമ്മൾ സാധാരണ സിനിമയിലെ ഗാനം കേൾപ്പിക്കലാണ് പതിവ്. ആദ്യം തിരിച്ച് നമുക്ക് ഫൈസൽ ആ പാട്ടൊന്ന് പാടി തുടങ്ങാം, പിന്നെ വിശേഷങ്ങൾ. ഓക്കെ. ഞാനും എന്താളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കൊള്ളാം ഫൈസൽ, എന്തായാലും വലിയ ഹിറ്റാകുന്ന പാട്ട്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ പാട്ട്, പ്രത്യേകിച്ചും മഹാരാജാസിൽ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണെന്നൊക്കെ ഇങ്ങനെ പല പല കഥകൾ പറഞ്ഞു കേൾക്കുന്നു. ഈ പാട്ടിൻ്റെ ഒരു ഉത്ഭവം, ഇതിൻ്റെ ഈണം, എങ്ങനെയാണ് ഈ പാട്ടുമായി ഫൈസൽ ഈ സിനിമയിലേക്ക് വന്നത്? ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നു, മുഴുവൻ പറഞ്ഞു. ഈ പാട്ട് ഞാൻ അറിയണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാനവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ സീനിയേഴ്സ് പാടി കേട്ട ഒരു പാട്ടാണത്. സീനിയേഴ്സ് പാടിയാണ് ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കണത്. നമ്മുടെ കോളേജിൽ എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കൈകൊട്ടി പാടാറുണ്ട്. അതിലൊരു പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ ഞാനിത് പഠിച്ചു. എനിക്ക് ഇതിൻ്റെ ലിറിക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു കൗതുകം തോന്നി. പിന്നെ ഞാൻ ഒരു ഗിറ്റാർ വായിക്കുന്ന ആളായതുകൊണ്ടാവാം ഞാനത് എൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ആക്കിയത്. കോളേജിലുള്ളൊരു സാധാ ഒരു ഫോക്ക് വേഷനാണ്. ഞാൻ കുറച്ച് മെലഡിയൊക്കെ ഒന്ന് ചേർത്ത് എൻ്റെ ഒരു വേഷനാക്കി കുറച്ച് സ്റ്റൈലിഷാക്കി ചെയ്തു. അത് ഞാൻ പുറത്തങ്ങനെ ആരെ കേൾപ്പിക്കാറില്ല. കാരണം എങ്ങനെയാണ് പിള്ളേർ ഇത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം ഞാനതങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു ആൽബമാക്കി ഇറക്കാം എന്നൊരു പ്ലാനിലിരിക്കുമ്പോഴാണ് ഞാൻ സാറിനെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ സിനിമയിലേക്ക് വരേണ്ടത്. എങ്ങനെയാണ് അതിൻ്റെ ഫോക്ക് ട്യൂൺ എങ്ങനെയാണെന്ന് കേൾക്കാനൊരു കൗതുകം തോന്നുന്നു. ആ രീതി ഒന്ന് പാടാമോ? പഴയ നിങ്ങൾ കോളേജിൽ എങ്ങനെയായിരുന്നു പാടിയിരുന്നത്? ഫോക്ക് ട്യൂൺ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റൈലിലേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ട്യൂൺ വിട്ടുപോയി എൻ്റെ മനസ്സിൽ നിന്ന്. അത് ഏകദേശം ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഞാനത് ഫുൾ ടൈം ഈ സാധനം ഇങ്ങനെ ചെയ്ത് പിന്നെ ഈ ട്യൂണായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫോക്സ് ഞാൻ കുറേ പേരുടെ അടുത്ത് പറഞ്ഞു പഴയ ട്യൂൺ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ.
ഞാനത് എനിക്ക് ഓർക്കാൻ പറ്റണില്ല. കാരണം ഈ ട്യൂൺ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഫുള്ളി ട്യൂണായി ഇപ്പം. എന്നാലും ഫൈസൽ എന്ന ഗായകൻ പ്രേക്ഷകർക്ക് പുതിയൊരാളാണ് മലയാള സംഗീതത്തിലേക്ക് വരുന്നത്. ഫൈസൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ സംഗീതവുമായി ഫൈസലിൻ്റെ ബന്ധം എന്നതിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ ഒരു 4ാം ക്ലാസ് മുതലൊക്കെ ഞാൻ പാട്ട് പഠിക്കണതാണ്. പിന്നീട് ഞാനിങ്ങനെ ബ്രേക്കായിട്ടൊക്കെ ഫ്രീലാൻസായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വാളൂർ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. അദ്ദേഹം തന്നെ പാട്ട് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് ശരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫിലിം അങ്ങനെയുള്ള ഒരു മോഹമൊക്കെ നടക്കുന്ന ഒരാളാണ്. പാട്ട് ഫിലിമിൽ ചെയ്യുക, ഫിലിമിൽ പാടുക. അങ്ങനെയുള്ളൊരു ടൈമിലാണ് ഞാൻ ഫിലിമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് ചേർന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. സൗണ്ട് എഞ്ചിനീയറിങ്ങിന് ചേർന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് മഹാരാജാസ് കോളേജ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് പിന്നെ കോളേജിൽ വരണത്. അവിടെ വന്നു പഠിച്ചു, ഈ കുറേ പാട്ടുകൾ കേട്ടു, കുറേ അനുഭവങ്ങൾ കിട്ടി. അതിലൊരു അനുഭവമാണ് ഈ പാട്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. സന്തോഷം. എല്ലാവരും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ് മഹാരാജാസിൻ്റെ. ഇത് ഒരുപാട് കലാകാരന്മാരെ സമ്മാനിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ മഹാരാജാസുകാർക്ക് അവരുടേതായ ഒരു തനിമയോടുകൂടി MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ വന്ന് പാടുന്ന ഒരു ഇതുണ്ട്. അതുപോലെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയിലുണ്ടോ? പൂമരം പോലെ മഹാരാജാസ് പാടി നടക്കുന്ന പാട്ടുകൾ. അതുപോലെ 1-2 പാട്ടുകളുണ്ട്. ഈ നാടൻ സ്റ്റൈൽ തന്നെയാണ് അടിച്ച് പാടുന്നത്. ഇങ്ങനെ ഏലോം ഏലേലോം ഏലോം തക ഏലേലോം ഏലോം ഏലേലോം ഏലോം തക ഏലേലോം വിത്തെരിഞ്ഞു കൈതളരുമ്പോൾ പാടുന്നൊരു പാട്ട്, വഞ്ചിയൂതി മെയ് തളരുമ്പോൾ പാടുന്നൊരു പാട്ട്. ഏലോം ഏലേലോം ഏലോം തക ഏലേലോം പണ്ടത്തെ തമ്പ്രാക്കന്മാർ മുൻപേ പോയടി പെണ്ണാളെ, പാട്ടും മറന്നോരോ പിന്നെങ്ങോ പോയടി പെണ്ണാളെ. ഏലോം ഏലേലോം ഏലോം തക ഏലേലോം പലമേയും ഒറ്റ മനസ്സും മഹാരാജാസിന് സ്വത്താണേ, പലമേയും ഒറ്റ മനസ്സും മഹാരാജാസിന് സ്വത്താണേ. ഏലോം ഏലേലോം ഏലോം തക ഏലേലോം. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഫൈസൽ ഞങ്ങൾ മാഡം പറഞ്ഞിട്ട് ഞങ്ങൾ കലോത്സവ വേദികളൊക്കെ പോകുമ്പോൾ ഓരോ എല്ലാ ഇതിലും പാടാറും പല ഫങ്ഷൻസിനും കോളേജിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുപാട് പിള്ളേർ ഒത്തുകൂടി റൗണ്ടായിട്ട് നിന്ന് ഒരുപാട് പാട്ടുകളൊക്കെ ഞങ്ങൾ പാടാറുണ്ട്. എന്തായാലും ഹിറ്റായ ആ പാട്ട് രംഗത്തിലും ഫൈസൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതിൽ അങ്ങനെ സാന്നിധ്യമുള്ളോ അതോ കഥാപാത്രമായി പൂമരത്തിൽ വരുന്നുണ്ടോ? ചെറിയൊരു കഥാപാത്രമായിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിക്കും? നേരത്തെ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞൊരു ആഗ്രഹമുള്ളതാണത്. സിനിമയിൽ സംഗീതം ചെയ്യണമെന്നാണോ, പാട്ട് പാടണമെന്നാണോ, അഭിനയിക്കണമെന്നാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടം? സംഗീതം ചെയ്യണമെന്നാണ് ആഗ്രഹം. സംഗീതമാണ് എൻ്റെ ആഗ്രഹം. മ്യൂസിക് ഡയറക്ടർ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതിൽ വേറെ ഏതെങ്കിലും പാട്ട് എവരിക്ഷനെ ഏൽപ്പിച്ചോ? വർക്ക് നടക്കണം, ഒരു പാട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് ഏകദേശം കഴിഞ്ഞു, ലിറിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടി. ആരാണ് പാടുന്നത്? ഫൈസൽ തന്നെയാണോ അതോ മറ്റൊരു ഗായകനെ തേടിയോ? ഇല്ല, അത് തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ മൊത്തത്തിൽ അത് ഫൈനലാക്കിയിട്ട് കാസ്റ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് സാറ് പറഞ്ഞത്. സാറൊന്നും പറഞ്ഞിട്ടില്ല. ട്യൂൺ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ, കഴിയാറായി. പിന്നെ ലിറിക്സും കൂടി കഴിഞ്ഞിട്ട് ഫൈനലാകും. എന്തായാലും ഗിറ്റാറും കയ്യിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് വേറൊരു പാട്ട് കേൾക്കണം. പ്രത്യേകിച്ച് ഗിറ്റാറുമായി അല്ലെങ്കിൽ ഹിന്ദി പാട്ട് പാടാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഫൈസലിന് ഇഷ്ടമുള്ളൊരു ഗാനം കൂടി എന്നൊരു ഗാനം കൂടി പാടാം. ख्वाजा मेरे ख्वाजा दिल में समा जा, शाहों का शादू
अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा शाहू का साधु अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा ख्वाजा मेरे ख्वाजा दिल में समा जा देखो सुखी तकदीर तूने सवारी देखो सुखी तकदीर तूने सवारी ख्वाजा मेरे ख्वाजा വളരെ സന്തോഷം ഫൈസൽ റസി. എന്തായാലും പൂമരത്തിലെ ഗാനം മനോഹരമായി ഇനിയും ഹിറ്റാകട്ടെ. അടുത്ത പണിപ്പുരയിൽ നടക്കുന്ന ഗാനവും ഇതുപോലെ മറ്റൊരു ഹിറ്റാകട്ടെ. എന്തായാലും സിനിമയെന്ന സ്വപ്നം, സംഗീതമെന്ന സ്വപ്നം വളരെ പടർന്ന് പന്തലിക്കുന്ന വലിയ യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി സംഗീത സാന്ദ്രമായ ഒരു പ്രഭാതത്തിന്. താങ്ക് യു സോ മച്ച്.